Hi friends, welcome to Aisha's Creations. Aisha's Creationsil ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്കര പൊങ്കലാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും. അതിനകത്ത് ഓൾ എന്നത് പ്രസ് ചെയ്യുക. റൈറ്റ് സൈഡിലുള്ള ആരോ മാർക്കിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണാൻ പറ്റും. അതിൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് പോകാം. ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കുക്കർ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും അത് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റൈസിൻസ് ഇട്ട് കൊടുക്കാം. ഈ ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറുപയർ പരിപ്പ് നന്നായിട്ട് കഴുകി വെള്ളം വാഴ്ത്തി എടുത്തതാണ്. അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്താണ്. അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ശർക്കരപ്പാനി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുള്ള അളവെന്ന് പറയുന്നത് 2 കപ്പ് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് ശർക്കരയാണ് ഈ 1 കപ്പ് അരിയും അതുപോലെ 1/2 കപ്പ് പരിപ്പിനും വേണ്ടിയിട്ട് വേണ്ടത്. ഈ ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഈ 2 കപ്പ് ശർക്കര എടുക്കുമ്പോൾ ചക്കര പൊങ്കലിന് നല്ല മധുരമുണ്ട്. അപ്പോൾ മധുരമൊക്കെ കുറച്ച് മതി എന്നുള്ളൊരു ഇതിൻ്റെ ഈ ശർക്കര എടുക്കുന്നതിൻ്റെ അളവ് കുറച്ചാൽ മതി. ഇതങ്ങനെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഈ കുക്കറിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇത് തുറന്നു നോക്കി. അപ്പോൾ ഇതാ അരിയും പരിപ്പും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഈ ശർക്കര അരിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം. ശരിക്കും ഇത് ഈ ശർക്കര നേരിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. കാരണം ഇത് മറയൂർ ശർക്കരയാണ്. ഇതിനകത്ത് ഒട്ടും തന്നെ അഴുക്കില്ല. പക്ഷേ ഇത് ഞാൻ നേരിട്ട് ചേർത്തിട്ടുണ്ട്. എല്ലാവരും ചോദിക്കും ശർക്കരയിൽ അഴുക്കുണ്ട്, അപ്പോൾ അരച്ചെടുക്കണ്ടേ, മെൽറ്റ് ചെയ്തെടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് അരിച്ച് കാണിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഇത് ഒട്ടും അരിക്കേണ്ട ഒന്നും ആവശ്യമില്ല. കാരണം നല്ല പ്യുവറായിട്ടുള്ള ശർക്കരയാണ് കേട്ടോ. അപ്പോൾ മറയൂർക്കൊക്കെ പോകണവർ അത് മേടിച്ചോളൂ കേട്ടോ. നല്ല ശർക്കരയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അതുപോലെ നമ്മൾ ആ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂ നട്ടും റൈസിൻസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചക്കര പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും. പരിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന പരിപ്പില്ലേ, അതാണ് കേട്ടോ. ഞാൻ ചെറുപയർ പരിപ്പ് പായസത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ ഈ ചക്കര പൊങ്കൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.